എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 3ാം ക്ലാസ്സിലെ പരിസര പഠനമാണ്. രുചിയുടെ കരുത്തോടെ. ഒന്നാമത്തെ പ്രവർത്തനം സംഭാഷണം പൂർത്തിയാക്കാം. ടീച്ചർ രണ്ടുപേരെ പരിചയപ്പെടുത്തിയിരുന്നു അല്ലേ, ജങ്കുവും ഫൂഡിയും. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണം കുറച്ചൊക്കെ ടീച്ചർ നമുക്ക് കേൾപ്പിച്ചു തന്നു. കുറച്ച് മിസ്സിങ് ആയിരുന്നു അതിനകത്ത്. അത് നമുക്ക് പൂർത്തിയാക്കാനുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്കതങ്ങ് പൂർത്തിയാക്കാം. ജങ്കു: ഞാൻ നല്ല മധുരവും നല്ല രുചിയും ഉള്ളതല്ലേ, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്ന നിറവും എനിക്കുണ്ടല്ലോ. അപ്പോൾ ഫുഡി എന്ത് പറയും? പക്ഷേ നിന്നിൽ എന്തെങ്കിലും വിറ്റാമിനുകളോ പോഷകങ്ങളോ ഉണ്ടോ? നിന്നെ സ്ഥിരമായി കഴിച്ചാൽ കുട്ടികളുടെ ഓർമ്മശക്തി പോലും കുറഞ്ഞു പോകും, അറിയാമോ? അപ്പോൾ ജങ്കു എന്താണ് മറുപടി പറയുന്നത്? അപ്പോൾ ഇനി ഇവിടെ നിന്നിട്ട് രക്ഷയില്ല, പോട്ടെ. ഫുഡി: അതാണ് നല്ലത്. അപ്പോൾ അതായിരുന്നു ഒന്നാമത്തെ പ്രവർത്തനം. രണ്ടാമത്തെ പ്രവർത്തനം എന്താണ്? ലഘു പരീക്ഷണക്കുറിപ്പ് എഴുതാൻ അല്ലേ. ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകാതിരുന്നാലുള്ള ദോഷമെന്ത്? അപ്പോൾ നമുക്കൊരു പരീക്ഷണക്കുറിപ്പ് എഴുതുന്നതിന് എന്തൊക്കെ വേണം? ആദ്യം പരീക്ഷണത്തിൻ്റെ പേരെഴുതണം. എന്താണ് പരീക്ഷണത്തിൻ്റെ പേര്? ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകാതിരുന്നാൽ. നമുക്കതിനൊരു ലക്ഷ്യം വേണം. എന്താണ് പരീക്ഷണത്തിൻ്റെ ലക്ഷ്യം? ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകാതിരുന്നാലുള്ള ദോഷങ്ങൾ. അപ്പോൾ അതാണ് പരീക്ഷണത്തിൻ്റെ ലക്ഷ്യം. ഇനി അതിന് എന്തൊക്കെ സാമഗ്രികൾ വേണം? ബക്കറ്റ് വേണം, വെള്ളം, ഗ്ലാസ്, 2 ഗ്ലാസും വേണം. ഇനി ചെയ്യുന്ന വിധം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഒരു ബക്കറ്റിൽ 1/4 ഭാഗം നല്ല വെള്ളം എടുക്കുക. അതിൽ നിന്ന് 1 ഗ്ലാസ്സിൽ വെള്ളം ശേഖരിച്ച് മേശപ്പുറത്ത് വയ്ക്കുക. ഉച്ചഭക്ഷണത്തിന് പോകുന്നതിന് മുമ്പ് ക്ലാസ്സിലെ ഓരോരുത്തരും ബക്കറ്റിലെ വെള്ളത്തിൽ നന്നായി കൈ കഴുകുക. അപ്പോൾ അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. ഇനി എന്താണ് നമ്മൾ നിരീക്ഷിച്ചത്? എന്താണ്? എല്ലാവരും കൈ കഴുകിക്കഴിഞ്ഞ് മറ്റൊരു ബക്കറ്റിൽ നിന്ന് വെള്ളം ശേഖരിച്ച് മേശപ്പുറത്ത് വയ്ക്കുക. ഇനി 2 ഗ്ലാസ് ഒന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ എന്ത് കാണാൻ കഴിയും നമുക്ക്? രണ്ടാമത്തെ ഗ്ലാസ്സിലെ വെള്ളത്തിന് നിറം മാറ്റം ഉണ്ടായത് കാണാം അല്ലേ. ആദ്യം നമുക്ക് ശുദ്ധമായ ജലമായിരുന്നു ഒന്നാമത്തെ ഗ്ലാസ്സിലെടുത്തിരുന്നത്. രണ്ടാമത്തെ എല്ലാവരും കൈയൊക്കെ കഴുകിയതിന് ശേഷം എടുത്ത ഗ്ലാസ്സിലെ വെള്ളത്തിന് നിറം മാറ്റം ഉണ്ടായി. നമുക്ക് എന്ത് നിഗമനത്തിലെത്താം? നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ധാരാളം അഴുക്ക് കൈകളിലുണ്ട്. കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചാൽ അവയെല്ലാം നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പോകും. അതായിരുന്നു നമ്മുടെ നിഗമനം. ഇനി 3ാമത്തെ പ്രവർത്തനം ഏതായിരുന്നു? നല്ല ആരോഗ്യശീലങ്ങൾ, നല്ല ആഹാരശീലങ്ങൾ. ഇവയെ നമുക്ക് 2 ടേബിളിലാക്കി എഴുതണം. നല്ല ആരോഗ്യശീലങ്ങൾ എന്തൊക്കെയാണെന്ന് ടീച്ചർ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. രാവിലെ എഴുന്നേൽക്കണം, എന്നും 2 നേരം കുളിക്കണം, 2 നേരം പല്ല് തേക്കണം, വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം, നഖം കൃത്യമായി മുറിക്കണം, വ്യായാമം ചെയ്യണം. നല്ല ആഹാരശീലങ്ങളും ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ വൃത്തിയായി കഴുകണം, തുറന്നു വച്ച ഭക്ഷണം കഴിക്കരുത്, പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കണം, പ്രഭാത ഭക്ഷണം പോഷകസമൃദ്ധമായിരിക്കണം, കൃത്യസമയത്ത് കഴിക്കുകയും വേണം, ശുദ്ധമായ ജലം കുടിക്കണം, ശുദ്ധമായതോ തിളപ്പിച്ചാറ്റിയതോ ആയ ജലം കുടിക്കണം. ഇതൊക്കെ നല്ല ആഹാരശീലങ്ങളാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവ രണ്ടും ടേബിളിലാക്കി നിങ്ങളുടെ ബുക്കുകളിൽ എഴുതുക, പരീക്ഷണക്കുറിപ്പ് ബുക്കുകളിൽ എഴുതുക. അപ്പോൾ ഈ 3 പ്രവർത്തനങ്ങളായിരുന്നു ഇന്ന് തന്നിരുന്നത്. അപ്പോൾ എല്ലാവരും പരീക്ഷണം ചെയ്തു നോക്കണം. നോട്ട്സൊക്കെ കൃത്യമായി ബുക്കുകളിൽ എഴുതി സൂക്ഷിക്കണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്